My dear students, in the last class, we have studied about compound microscope. പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ വിവിധ ഭാഗങ്ങൾ പരിചയപ്പെട്ടു. What are called compound microscopes? Microscopes in which more than one lens is used are called compound microscope. എന്താണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്? ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകൾ. What is the function of a microscope? Microscope is used to magnify the objects. എന്താണ് മൈക്രോസ്കോപ്പിന്റെ ഉപയോഗം? വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. Which are the parts of compound microscope? Eyepiece, knob, objective lens, stage, clip, condenser and mirror. ഏതെല്ലാമാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ഭാഗങ്ങൾ? ഐപീസ്, നോബ്, ഒബ്ജക്റ്റീവ് ലെൻസ്, സ്റ്റേജ്, ക്ലിപ്പ്, കണ്ടൻസർ, മിറർ എന്നിവയാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ഭാഗങ്ങൾ. In our textbook, figure 1.1, it is a picture of a compound microscope. നമ്മുടെ പുസ്തകത്തിൽ ചിത്രം 1.1 നൽകിയിരിക്കുന്നത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ചിത്രമാണ്. We have already studied the parts where lenses are fixed in a microscope. Which are they? The parts where lenses are fixed in a microscope are eyepiece, objective lens and condenser. കഴിഞ്ഞ ക്ലാസ്സിൽ മൈക്രോസ്കോപ്പിൽ ലെൻസുകൾ ഘടിപ്പിച്ചിട്ടുള്ളതായി നമ്മൾ പഠിച്ചു. മൈക്രോസ്കോപ്പിൽ ലെൻസുകൾ ഘടിപ്പിച്ചിട്ടുള്ള ഭാഗങ്ങൾ ഏതെല്ലാമാണ്? ഐപീസ്, ഒബ്ജക്റ്റീവ് ലെൻസ്, കണ്ടൻസർ എന്നിവയാണ് മൈക്രോസ്കോപ്പിൽ ലെൻസുകൾ ഘടിപ്പിച്ചിട്ടുള്ള ഭാഗങ്ങൾ. Name the last part of the microscope. The last part of the microscope is mirror. What is the use of mirror? Mirror is used to reflect light on the material to be observed. Mirror reflect light to the diaphragm. ഏതാണ് മൈക്രോസ്കോപ്പിലെ അവസാനത്തെ ഭാഗം? മൈക്രോസ്കോപ്പിൽ ഏറ്റവും താഴെയായി കാണുന്ന ഭാഗമാണ് മിറർ. എന്താണ് മിററിന്റെ ധർമ്മം? മിറർ നിരീക്ഷണ വസ്തുവിലേക്ക് പ്രകാശം പ്രതിപതിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. മിറർ പ്രകാശത്തെ നിരീക്ഷിക്കാനുള്ള വസ്തുവിലേക്ക് പ്രതിപതിപ്പിക്കുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മിറർ പ്രകാശത്തെ ഡയഫ്രത്തിലേക്ക് പ്രതിപതിപ്പിക്കുന്നു.
The last part is mirror. അവസാനത്തെ ഭാഗമാണ് മിറർ അഥവാ ദർപ്പണം. Where this mirror is seen? Mirror is fixed below the stage, just below the diaphragm. എവിടെയാണ് മിറർ അഥവാ ദർപ്പണം കാണപ്പെടുന്നത്? മൈക്രോസ്കോപ്പിൽ സ്റ്റേജിനു താഴെയായി കാണുന്ന ഡയഫ്രത്തിൻ്റെ തൊട്ടു താഴെയാണ് മിറർ അഥവാ ദർപ്പണത്തിൻ്റെ സ്ഥാനം. What is the peculiarity of the mirror in a microscope? It is fixed in a metal ring and it has two planes, a plane mirror and a concave mirror. ഒരു ലോഹ വളയത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന ക്രമീകരണമാണ് ഇത്. ഇതിന് രണ്ട് തലങ്ങളാണ് ഉള്ളത്, സമതല ദർപ്പണവും കോൺകേവ് ദർപ്പണവും. വാട്ട് ഈസ് ദി യൂസ് ഓഫ് പ്ലെയിൻ മിറർ? The plane mirror is to reflect the sunlight. എന്തിനാണ് സമതല ദർപ്പണം? സൂര്യപ്രകാശം പ്രതിപതിപ്പിക്കുന്നതിനുള്ള തലമാണ് സമതല ദർപ്പണം. What is the use of concave mirror? We all know sunlight may not be available all times. So there is another mirror, that is concave mirror, that is used to reflect artificial light. എന്തിനാണ് കോൺകേവ് ദർപ്പണം ഉപയോഗിക്കുന്നത്? സൂര്യപ്രകാശം ഇല്ലാത്ത സമയങ്ങളിലും കൃത്രിമ പ്രകാശം ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് കോൺകേവ് ദർപ്പണം മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്നത്. Why there are two mirrors, two planes in the microscope? When there is sunlight, we are using plane mirror to reflect the light. When sunlight is less or sunlight is not available, then there is another mirror, that is called concave mirror, is used to reflect the artificial light. So we can observe the observational material at any time, even though there is sunlight or not, because of the presence of these two types of mirrors in the microscope, that is plane mirror and concave mirror. Why two types of mirrors are used in a microscope? This is because to reflect sunlight, when there is sunlight, sunlight is used to reflect the observational object. When there is no sunlight, another mirror called concave mirror is used to reflect the artificial light. എന്തിനാണ് ദർപ്പണത്തിൽ രണ്ടു തരം തലങ്ങൾ ഉള്ളത്? സൂര്യപ്രകാശം ഉള്ളപ്പോൾ സൂര്യപ്രകാശം ഉപയോഗിച്ചും സൂര്യപ്രകാശം ഇല്ലാത്തപ്പോൾ കൃത്രിമ പ്രകാശം ഉപയോഗിച്ചും പ്രകാശത്തെ ഡയഫ്രത്തിലേക്ക് പ്രതിപതിപ്പിക്കുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ നിരീക്ഷണ വസ്തുവിലേക്ക്
പ്രകാശത്തെ പ്രതിപതിപ്പിക്കുന്നതിന് വേണ്ടിയാണ് രണ്ടു തരം ദർപ്പണങ്ങളും, സമതല ദർപ്പണവും കോൺകേവ് ദർപ്പണവും മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്നത്. വാട്ട് ഈസ് ദി യൂസ് ഓഫ് മിറർ? മിറർ ഈസ് യൂസ്ഡ് ടു റിഫ്ലക്ട് ലൈറ്റ് on the material to be observed. The mirror reflects light into the diaphragm. എന്താണ് മിറർ അഥവാ ദർപ്പണത്തിൻ്റെ ഉപയോഗം? മിറർ അഥവാ ദർപ്പണം പ്രകാശത്തെ നിരീക്ഷണ വസ്തുവിലേക്ക് പ്രതിപതിപ്പിക്കുന്നു. അല്ലെങ്കിൽ മിറർ അഥവാ ദർപ്പണം പ്രകാശത്തെ ഡയഫ്രത്തിലേക്ക് പ്രതിപതിപ്പിക്കുന്നു. പ്രകാശത്തെ ഡയഫ്രത്തിലേക്ക് അല്ലെങ്കിൽ ഡയഫ്രത്തിലെ കണ്ടൻസർ ലെൻസിലേക്ക് പതിപ്പിക്കുന്നത് മിറർ എന്ന ഭാഗമാണ്. Now, can you say what are the parts that help in light adjustment in a microscope? Or what are the parts which help in the arrangement of light in a microscope? Answer: mirror, diaphragm and condenser. മൈക്രോസ്കോപ്പിലെ പ്രകാശ ക്രമീകരണത്തിന് സഹായിക്കുന്ന ഭാഗങ്ങൾ ഏതെല്ലാമാണെന്ന് കുട്ടികൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഏതെല്ലാം ഭാഗങ്ങളാണ് മൈക്രോസ്കോപ്പിലെ പ്രകാശ ക്രമീകരണത്തിന് സഹായിക്കുന്നത്? ഉത്തരം: ഡയഫ്രം, കണ്ടൻസർ, മിറർ. Indicator. First question: why is a mirror fixed in a microscope? Answer: a mirror is fixed in the microscope to reflect light on the material to be observed. സൂചകത്തിലെ ആദ്യത്തെ ചോദ്യം: മൈക്രോസ്കോപ്പിൽ ദർപ്പണം ഘടിപ്പിച്ചിരിക്കുന്നത് എന്തിനാണ്? മൈക്രോസ്കോപ്പിൽ ദർപ്പണം ഘടിപ്പിച്ചിരിക്കുന്നത് നിരീക്ഷണ വസ്തുവിലേക്ക് പ്രകാശത്തെ പ്രതിപതിപ്പിക്കാനാണ്.